നമസ്കാരം. എന്റെ പേര് കെവിൻ. ഞാൻ STV ബോയ്സ് ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിന്നിവിടെ നിങ്ങളുമായി ഓണം അന്നും ഇന്നും എന്ന വിഷയത്തെക്കുറിച്ച് രണ്ടു വാക്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ലോകത്ത് എവിടെയായിരുന്നാലും മലയാളി ഓണം ആഘോഷിക്കുന്നു. പണ്ട് അത്തം മുതൽ 10 ദിവസം ഓണം ആഘോഷിക്കുമായിരുന്നു. വീടും പരിസരവും വൃത്തിയാക്കി അത്തം മുതൽ തിരുവോണം വരെ കുട്ടികൾ വീട്ടുമുറ്റത്ത് പൂക്കളമിടുമായിരുന്നു. വീട്ടിലും പറമ്പിലും ഒക്കെ നടന്ന് പൂക്കൾ ശേഖരിച്ച് പൂക്കളമിടുന്ന ചടങ്ങ് ഒരു ഉത്സവമായിരുന്നു. ഓണക്കാലം ഒരു വസന്തകാലം തന്നെയായിരുന്നു. ഓണക്കാലത്തെ മറ്റൊരു പ്രത്യേകത കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി കഴിക്കുന്നു. ഓണക്കോടികൾ എടുത്ത് എല്ലാവരും ആഘോഷിക്കുന്നു. അതുപോലെ എല്ലാവരും ഓണക്കളികളിൽ മുഴുകുകയും അന്നത്തെ ഒരു വിനോദമായിരുന്നു. പുലികളി, കോലുകളി, തുമ്പിത്തുള്ളൽ, പന്തുകളി, വള്ളംകളി, ഊഞ്ഞാലാട്ടം, അങ്ങനെ വിവിധ ഇനം കളികൾ. എന്നാൽ ഇന്ന് അസാധാരണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മലയാളി ഏറെ ജാഗ്രതയോടെ വേണം ഈ ഓണക്കാലം ആഘോഷിക്കാൻ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഇനിയുള്ള ദിവസങ്ങൾ മലയാളി ആഘോഷിക്കാൻ. ഓണാഘോഷം വീടുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം. പൂക്കളം ഒരുക്കാൻ അത് പ്രദേശത്തെ പൂക്കൾ ഉപയോഗിക്കണം. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിനാലാണിത്. സാധാരണയായി കേരളത്തിൽ പൂക്കളത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളാണ്. ഇത്തവണ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആളുകൾ കൂട്ടം കൂടുന്ന രീതി ഒഴിവാക്കണം. പൊതുപരിപാടികളോ ഓണാഘോഷങ്ങളോ അരുത്. കടകൾ രാവിലെ 7 മുതൽ രാത്രി 7 വരെ മാത്രം. കൂടുതൽ പേർ ഒത്തുകൂടുന്ന ഓണക്കളികളും ഒഴിവാക്കണം. പൊതുസ്ഥലങ്ങളിൽ ഓണാഘോഷവും ഓണസദ്യയും പാടില്ല. ഓണത്തിനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമായും നടത്തും. സാമൂഹിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, ആൾക്കൂട്ടം ഒഴിവാക്കൽ എന്നിവ വളരെ പ്രാധാന്യം നൽകുന്ന എന്നാണ് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.